ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഇന്നത്തെ മുഴുവൻ ഡെവലപ്മെന്റ് കണ്ടത്. ഒരു മനുഷ്യൻ സ്ത്രീയോ പുരുഷനോ എന്നുള്ളത് കേട്ടോ നിന്നങ്ങോട്ട് പൊളിയുന്നതിന്റെ ദൃശ്യങ്ങളുണ്ടല്ലോ. എന്തൊരു തരം ന്യായീകരണമാണെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ തുടക്കം ഒളേരിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കിറ്റ് കൊടുക്കുന്ന വാർത്തയാണ് ആദ്യം വരുന്നത്. അപ്പോൾ ആ വാർത്ത വന്നു കഴിയുമ്പോൾ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനുള്ളൊരു മിനിമം ബുദ്ധി കാണിക്കുക എന്ന് പറയുന്നതില്ലേ. പിന്നീട് വാടാനപ്പള്ളിയിൽ വെച്ച് അതേപോലെയുള്ളത് വീണ്ടും കണ്ടെത്തുകയാണ്, വീണ്ടും കിറ്റുകൾ. ഇന്ന് തൃശ്ശൂരിൽ 750 കിറ്റുകൾ. നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് അബിന്റെ സഹോദരൻ അനീഷിന്റെ അച്ചാർ കമ്പനിയിൽ വെച്ചിട്ടാണ് ഈ കിറ്റുകൾ 750 കിറ്റ് കണ്ടുപിടിക്കുന്നത്. അച്ചാർ കമ്പനിയിൽ എന്തിനാ അരിയും പലവ്യഞ്ജനവും? അതെന്തിനു വേണ്ടിയിട്ടാണ് സൂക്ഷിക്കുന്നത്? കഴിഞ്ഞ ദിവസം ദേവനടക്കമുള്ള നേതാക്കൾ ഇനി അവർക്ക് ന്യായീകരിക്കണമെങ്കിലും അവരുടെ നേതാക്കളടക്കം ആ സ്ഥലത്ത് ഉണ്ടാവുകയല്ലേ. ഇനി എനിക്കിതിലുള്ളൊരു കൗതുകം എന്ന് വെച്ചാൽ, ആദ്യം ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു തൃശ്ശൂർ വെച്ച്. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുക? ഇതിലേതെങ്കിലും ഒരു കേസ് ഇലക്ഷൻ കമ്മീഷന്റെ നേരിട്ടുള്ള പരിശോധനയിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണോ? അല്ല, മറ്റ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും മാത്രമാണ് ഇതിൻ്റെ എല്ലാം അവർ ഇരുന്ന് പരിശോധിക്കുകയും അത് കണ്ടെത്തുകയും അവിടെ പോയി സമരവും പ്രതിഷേധവും പ്രക്ഷോഭവും നടത്തുമ്പോഴാണ് ഉദ്യോഗസ്ഥർ വരുന്നത്. അപ്പോൾ ഈ നാട്ടിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മുഴുവൻ സംവിധാനങ്ങളും പരിശോധനാ സംവിധാനങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു സ്വതന്ത്ര സംവിധാനത്തിന് നമ്മൾ കൊടുക്കുന്നത് എന്തിനാ? ഇത് സുതാര്യമായി, ഇത് സമ്മർദ്ദമില്ലാതെ, ഇത് ആനുകൂല്യങ്ങൾ നൽകാതെ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടല്ലേ ഈ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവരെന്ത് ചെയ്യുകയാണെന്നൊരു ചോദ്യം ചോദിക്കാൻ ജനാധിപത്യ വിശ്വാസികളായ നമുക്കൊരു അർഹതയില്ലേ? അതുണ്ടാകുന്നില്ല എന്നതൊരു പ്രശ്നമാണ്. അതിനും ശേഷമാണ് ഈ സാരിയുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നത്. സ്ത്രീകൾക്ക് ഇവരെന്താ വിചാരിക്കുന്നത് കേരളത്തിലെ വോട്ടർമാരെ കുറിച്ചെന്നുള്ളതാണ്. ഈ വോട്ട് വാങ്ങിയിട്ടാണ് ഇവർ ജയിക്കാൻ നിൽക്കുന്നത് ജനാധിപത്യത്തിലെങ്കിൽ സാരി കൊടുത്ത് വോട്ട് വാങ്ങുക എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് ഇവർ പോവുകയാണ്. ഇവർ ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ തരത്തിലുള്ള തരം താണ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഇവിടെ ഇറങ്ങിത്തിരിക്കുന്നത് ഈ നാട്ടുകാരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ളത് അവർ ഇനിയും അവർക്ക് കേരളത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഈ കേരള സ്റ്റോറിയൊക്കെ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്.